നല്ല ഭംഗിയുണ്ടല്ലേ തമ്മൂട്ട് അമ്മ മതിയമ്മ അമ്മ പണ്ടത്തെ കാര്യം പറയാന്ന് പറഞ്ഞില്ലെന്ന് അതമ്മ അതിന് കൊച്ചിലെ നല്ല മണ്ണുള്ള മുഖമാണ് വലുതാവുമ്പോഴല്ലേ ഇങ്ങനെ കൊലിച്ചു വന്നത് തനുജനുണ്ട് തനുജന് മോദി ക്ഷീണം ഉണ്ടെന്ന് നോക്കിക്കേ നല്ല മണ്ണുള്ള ഫേസ് ശരി പറയമേ മതിയമ്മേ മതി നിർത്ത് പണ്ടത്തെ കഥ പറയാം പണ്ടത്തെ കഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ കൊച്ചിലെ ഉള്ള സംഭവം പണ്ട് ഞങ്ങൾ കൊച്ചിലെ പിന്നെ ഞങ്ങൾ അതിലൊക്കെ കുറേ പിള്ളേരുണ്ട് 5-6-7 പിള്ളേരുണ്ടാവും പിള്ളേരെന്ന് വെച്ചാൽ അവർ ഞങ്ങളെല്ലാവരും കൂടെ വെളുപ്പ് 4 മണിക്ക് ഞങ്ങൾ ആറ്റിനക്കര വിറകിന് പോകാനായിട്ട് ഞങ്ങൾ 4 മണിക്ക് എനിക്ക് പോകണത് 4 മണിക്ക് വന്നു പറഞ്ഞാൽ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലെ ചായക്കടയുണ്ട് അയാൾ രാവിലെ അപ്പമൊക്കെ ഉണ്ടാക്കും ഒരു അണ്ണാച്ചിയാണ് അണ്ണാച്ചി ഞങ്ങൾ വിളിക്കുന്നത് ശരിക്കും മലയാളമൊക്കെ പറയുന്നത് പണ്ടത്തെ അണ്ണാച്ചിയാണ് അപ്പമൊക്കെ ചുട്ടു നോക്കും എന്നിട്ട് ഞങ്ങളുടെ ഒരു അപ്പം ഒരു 10 എണ്ണം ഞങ്ങൾ അവിടെ കട്ടെടുക്കും അവരുടെ മോള് രാധാമണി എന്ന പേര് അവൾ കട്ടെടുക്കും നമ്മൾ കട്ടെടുത്തിട്ട് ഈ അപ്പം എല്ലാവരും ഞങ്ങളൊക്കെ ഭയങ്കര സ്നേഹമാണ് എല്ലാവരും കൂടി ഒരു 5-6 പേരുണ്ടാവും കട്ടെടുത്ത് ഞങ്ങളുടെ പൊതിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ കാട്ടിക്കൊണ്ട് നടക്കും 5 മണിയാവും 5 മണിയായി 5:30 രാവിലെ 6 മണിയാകുമ്പോൾ ഞങ്ങൾ ആറ്റ് തീർത്തി ചെല്ലും കല്ലടയാറ്റിൻ്റെ തീർത്തി ചെല്ലും കല്ലടയാറ്റിൻ്റെ തീർത്തി ചെല്ലുമ്പോൾ ഒരു ഇരുട്ട് വരുമ്പോൾ എന്താ സൂര്യൻ ഉദിക്കാൻ പോകുന്നത് ഇരുട്ടാണ് അപ്പം ഞങ്ങൾ പേടിച്ച് ആറ്റിനക്കര കിടക്കില്ല ആറ്റി നിൽക്കാൻ ഞങ്ങളവിടെ ഇരിക്കും ഈ ഇരുട്ട് കഴിഞ്ഞിട്ട് നോക്കും മനസ്സിലായതോ നീ കുളിച്ചാറില്ലേ അത് ഇരുട്ടാകുമ്പോ ഞങ്ങളൊരു പേടി തോന്നുന്നത് എല്ലാവരും ഉണ്ട് 5-6 പേരുണ്ട് പെണ്ണുങ്ങളല്ല നമ്മുടെ ഒന്നുമില്ല എന്നിട്ട് ഞങ്ങൾ ഇരിക്കും ഇരുന്ന് കഴിയുമ്പോൾ ഈ ഇരുട്ട് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ പതുക്കെ വെട്ടം വരും ഞങ്ങൾക്ക് വെള്ളം എല്ലാം കാണാം അവിടെ ഞങ്ങൾ പതുക്കെ ഞങ്ങൾ എല്ലാവരുടെ കൈ ചുമ്മാടും കയറും ഒക്കെ ഉണ്ടാവും എല്ലാം കൂടെ പതുക്കെ ഇങ്ങനെ തലയിൽ തോർത്ത് പോലെ എന്നിട്ട് ഞങ്ങൾ ഈ വെള്ളത്തിൽ ഇറങ്ങും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾക്ക് നിലയുള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് പോകാൻ അറിയാം കുഴിയുള്ള സ്ഥലമുണ്ട് കുഴിയില്ലാത്ത സ്ഥലമുണ്ട് ഞങ്ങൾ കുഴിയില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ ഇത്രയും വെള്ളം വരും ഭാഗം വെള്ളം വരും ശരിക്കും എന്നിട്ട് നടന്നിറങ്ങി ഞങ്ങൾ അക്കരയ്ക്ക് വരും പല വെളുക്കും വെളുത്ത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇരുന്നോണ്ടെങ്കിൽ ഉണ്ടായ സംഭവം പറയുന്നത് ഞങ്ങൾ അവിടെ ഇരുന്നോണ്ടെങ്കിൽ അപ്പം എല്ലാം ഓരോരുത്തർ എണ്ണി പറക്കി വെത്തരില്ല അപ്പം എല്ലാം തിന്നും നല്ല രുചിയുള്ള അപ്പമൊക്കെ തിന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ കാട്ടിൽ പോയി ഓരോരുത്തർക്കും ഓരോ സ്ഥലം കണ്ടുപിടിക്കും വിറക് എടുക്കാനുള്ള എൻ്റെ സ്ഥലം ഞാൻ കണ്ടുപിടിക്കും അവിടെ സ്ഥലം കണ്ടുപിടിക്കും അവർ 5-6 സ്ഥലം കണ്ടുപിടിക്കും എന്നിട്ട് ആ സ്ഥലത്ത് നമ്മുടെ ചുമ്മാടും നമ്മുടെ വള്ളിയെല്ലാം അവിടെ വെക്കും എന്നിട്ട് ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം 4 മണി എല്ലാം ആടൊക്കെ പോകുന്ന പോലെ ആടൊക്കെ തിരിഞ്ഞു പോകുന്ന പോലെ ഞങ്ങളും തിരിഞ്ഞു പോകും എന്നിട്ട് നല്ല ഭംഗിയുള്ള വിറക് നോക്കി പറിച്ചെടുക്കും കാട്ടിൽ പോകുമ്പോൾ വഴിയൊക്കെ നമുക്കറിയാം നല്ല ഭംഗിയുള്ള വിറക് നോക്കിയെടുക്കും ഭംഗിയുള്ള വിറകും ഭാരമില്ലാത്ത വിറക് നോക്കിയെടുക്കും ഇരുമ്പോട്ട് വിറകുണ്ട് പൊക്കുമ്പോൾ പിടിച്ചു നോക്കുമ്പോൾ മങ്ക് തൊട്ട് വിറകുണ്ട് ഒരു രണ്ടര മരമുണ്ട് അമ്മത്തിന്റെ ഭയങ്കര മരോട്ടിക്ക് വെയിറ്റില്ല ഞങ്ങൾ പറക്കിയെടുത്ത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന പാകത്തിന് അമ്മയെ കണ്ടാൽ അറിയാം ഇത്രയും വിറക് മതി എന്നറിയാം അപ്പം എല്ലാവരും അവിടെ നിർത്തും അങ്ങനെ ഞങ്ങൾ തലയിലെടുത്ത് വെച്ചിട്ട് ഈ ഇച്ചിരി മുതിർന്ന ആള് പുറകെ വരും സുരക്ഷിതം വേണ്ടല്ലോ കൊച്ചുങ്ങളെ മുമ്പിൽ വിടും ഈ മുതിർന്ന രാധാമി പറഞ്ഞുകൊണ്ട് മുതിർന്നതുണ്ടാവും അവൾ മാത്രം ഏറ്റവും പുറകില്ല എല്ലാവരും പൊയ്ക്കോളും ആടിനെ പെടുന്നവരെ എല്ലാവരും പൊയ്ക്കോളും എന്ന് പറയാം ഞങ്ങൾ എല്ലാവരും മുമ്പേ പോകും അങ്ങനെ ആര് തീർത്ത് വരുമ്പോഴത്തേന് 8:50-8:30 മണി രാവിലെ ഒരു 8:30 മണി അതൊക്കെ ദാഹിക്കൊക്കെ ചെയ്യും 8:30 മണിക്ക് ആറ്റി തീർത്തി വിറക് മുച്ചോണ്ട് ഞങ്ങൾ നടന്നു വരുന്നത് ചിലപ്പം ഞങ്ങൾക്ക് വായിലേക്ക് വെള്ളം കൊള്ളാൻ പറ്റിയ ഭാഗത്തിന് വെള്ളം ഉണ്ടാവും വെള്ളം നിൽപ്പുണ്ടാവും ഈ കുന്തിരിക്കും പൊത്തി കഴിഞ്ഞാൽ കുന്തിരിക്കാൻ പൊട്ടി വരും മരുന്നിപ്പുണ്ടാവും ആ പാകത്തിൽ ഞങ്ങൾ കൊത്തിട്ട് പോകും അപ്പൊ ഒരു കാർ വന്നിങ്ങനെ കുത്തിയോടെ നിൽക്കും എന്നിട്ട് നടത്തിക്കൊണ്ട് പോകും എന്നിട്ട് ഞങ്ങൾ മറ്റേ അങ്ങനെ കുന്തിരിക്കൊണ്ടാക്കണം എനിക്കറിയാം അതിങ്ങനെ ആ കറ കുറച്ച് കഴിയുമ്പോ കട്ടി അതിങ്ങനെ അത് അടത്തിയെടുക്കുമ്പോ അതിങ്ങനെ പൊടിപൊടിയായിട്ട് വരും പശുവളെ പറ്റും കുത്തി അങ്ങനെ ഞങ്ങൾ വീട് എടുക്കും വീട്ടിൽ വരുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവും ഇതിപ്പോ നമുക്ക് 4 മണിക്ക് അടുത്ത 4 മണിക്ക് പോകാൻ പറയും 4 മണിക്ക് പറ്റില്ല 3 മണിക്ക് പോകുമ്പോൾ 3 മണിക്ക് പോയി 5 മണിക്കൊന്നും തരാൻ പറ്റില്ല വീട്ടിൽ പോയില്ല ഗ്യാസ് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടില്ല സത്യം പറഞ്ഞ വിറക് കൊണ്ടുപോകുന്നത് ഒരു പണിയല്ലേ ശരിക്കൊരു പണിയല്ലേ അപ്പൊ നിങ്ങൾ കളിക്കാനൊന്നും പോകൂലേ കളിക്കാൻ പോകും ആളൊക്കെ ഉണ്ടാവുമല്ലോ ആടും പശുവൊക്കെ ഉണ്ടാവും അപ്പൊ ഈ ഞങ്ങൾ ചില ദിവസം ഞങ്ങൾ ഒരു 3 മണിയാകുമ്പോൾ തോട്ടത്തിൽ ഇങ്ങനെ ചുള്ളികളൊക്കെ ഇങ്ങനെ കുടുത്ത് നിൽക്കും നമുക്ക് പഠിക്കാൻ തോന്നും അതുപോലെ കുത്തി നിൽക്കുക ആളുകളെ ഇങ്ങോട്ട് അടിച്ചുവിട്ട ആളുകളൊക്കെ നമുക്ക് തടാകത്തിൽ നിന്നോളും ഞങ്ങൾ എല്ലാവരും കൂടി ഉടനെ ഇരുന്ന് കല്ല് കളിക്കാനൊക്കെ ഉള്ളു വേറെ ചെയ്യാൻ പറ്റില്ല വേറെ കളിക്കാൻ പിന്നെ കഥ പറയും വള കളിക്കും വള അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വിറകിൻ്റെ കാര്യം പറഞ്ഞില്ല വിറക് സമയം ഒരു ടൈമേ ഉള്ളൂ പിന്നെ മഴക്കാലം വരുന്ന പിന്നെ ആരും പോകത്തില്ല ഭയങ്കര വെള്ളമല്ലേ ആരും പോകത്തില്ല വെള്ളം വറ്റി കഴിയുമ്പോൾ ആൾക്കാർ നാട്ടിൽ പോകുന്നത് അതിനിടയ്ക്ക് പിന്നെ മുയലിനെ കാണും പിന്നെ പന്നീനെ കാണും പിന്നെ കാട്ടുജാതിക്കാരെ കാണും പിന്നെ ഈ വേടന്മാർ ഓരോന്നിനെ കൊല്ലാനായിട്ട് കാട്ടി വരും ഓരോ കിളികളെയും ഇവര് കാര്യം പറയാൻ ഞാൻ പറഞ്ഞുപോയി ഞങ്ങൾ ആദ്യത്തെ വരുമ്പോഴേ അവിടെ കുളമങ്ങ നിൽപ്പുണ്ട് വെട്ടിപ്പഴം നിൽപ്പുണ്ട് ഊട്ടിപ്പഴം നിൽപ്പുണ്ട് തുടങ്ങിപ്പഴം നിൽപ്പുണ്ട് ഇതെല്ലാം ഞങ്ങൾ പറിക്കും ഇതെല്ലാം പറിച്ച് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു മുതിർന്ന ചേട്ടനുണ്ട് അവൻ്റെ പേര് ഹനീഫ എന്ന്
ഹനീഫ. എന്നിട്ട് അവനെ ഇതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ കൊച്ചു പിള്ളേരെ പോലെ കൊണ്ട് കിടക്കുക. എന്നിട്ട് അവനെ ഈ പടമാങ്ങാന്ന് സാധനം മുന്തിരിങ്ങ പോലുള്ള അതിൻ്റെ കയറി മാങ്ങയെല്ലാം പറിച്ച് മാറാപ്പിലിട്ട് കൊടുന്ന് അവൻ കുറച്ചൊക്കെ ഞാൻ തരും. ബാക്കി അവനെ പുല്ലാനിക്കെട്ടിൻ്റെ ഒളിച്ചു വെക്കുമ്പോൾ ഞാൻ കയറി ഇതൊക്കെ ഞാൻ കണ്ടുപിടിക്കുന്നത്. എനിക്ക് ഭയങ്കര കുസൃതിയാണ് കണ്ടുപിടിക്കും. എന്നിട്ട് ഇവൻ ഒളിച്ചു വെച്ചിട്ട് ഇവൻ കുളിക്കാൻ പോകുമ്പോഴത്തേന് ഞങ്ങൾ ഇനി മാങ്ങ മുഴുവൻ പാരി എടുത്ത് ഞങ്ങളെ ഇല്ലാത്ത വെച്ചിട്ട് ഇവൻ കുടിയും കഴിക്കുമ്പോൾ നോക്കുമ്പോൾ ഒന്നും പറയത്തില്ല കേട്ടോ. പക്ഷേ എൻ്റെ കുളമാങ്ങ കാണാനില്ല, പച്ചനെ വിളിക്കുള്ളൂ. എൻ്റെ കുളമാങ്ങ കാണാനില്ലെന്ന് പറയും. ഇത് ഞങ്ങൾ ശരിക്കും ഞാൻ അത് കഴിഞ്ഞ് ആദ്യത്തെ ഞങ്ങൾ വിശ്രമിക്കാൻ കിടക്കും. ആദ്യത്തെ വിശ്രമിക്കാൻ കിടക്കാൻ ഇവൻ ഇതുപോലെ തന്നെ പള്ളി വാങ്ങിക്കൊടിക്കാൻ പോകും. എൻ്റെ അപ്പായ്ക്ക് വാങ്ങിക്കൊടിയാണ് ജോലി. അപ്പോൾ വാങ്ങിക്കൊടിക്കാൻ പോകുമ്പോൾ ഞാൻ പറയാം ഇടാന്നും ചെയ്തില്ല കേട്ടോ. ഒരു പ്രായമുള്ളതാണ്. ഞാനിവ പിന്നെ ഒന്ന് വാങ്ങി വിളിക്കുന്നത് കേൾക്കണം പറയും. ഒന്നും അറിയാതിരിക്കാം പാവം. ആ മണലിൽ ഇങ്ങനെ കൈ കുത്തിക്കന്ന് വാങ്ങി വിളിക്കും. വാങ്ങി വിളിക്കുമ്പോൾ ഞാനല്ല മണല ഭയങ്കര മണലില്ല ചരല് ഇന്ന് അവിടെ ആയില്ലെന്ന് തോന്നുന്നു. വാങ്ങ വിളിക്കും. വാങ്ങ വിളിച്ചു ചത്തോണ്ടിരുന്നു. പക്ഷെ വാങ്ങ വിളിച്ചപ്പോൾ ഞാൻ വിളിച്ചു എല്ലാവരും വെച്ചപ്പോൾ ഞാൻ ഒരുപടി മണ്ണ് വരേണ്ട വായിൽ കൊടുത്തു. അവൻ ചുമച്ച് തൂക്കി എല്ലാം കളഞ്ഞു. നമുക്ക് അറിയാൻ പാടില്ല, കൊച്ചുങ്ങളല്ലേ, നമുക്ക് അറിയാൻ പാടില്ല. കൊച്ചുങ്ങളുടെ സമയത്ത് ആ കുസൃതികളാണ്. അവനിപ്പോ ജീവിച്ചിരിക്കില്ല കേട്ടോ, പാവം. അവന്റെ പെങ്ങളുണ്ട്, അവന്റെ അനിയനുണ്ട്. അവന്റെ അനിയൻ വീടെടുക്കണം. അവന്റെ അനിയൻ ബഷീറുണ്ട്, അവന്റെ പെങ്ങൾ മൈമൂനുണ്ട്. അവരായിട്ടെ എന്നിട്ട് പിന്നെ അങ്ങനെയൊക്കെ ഒരുപാട് കുസൃതി ആയിട്ടുണ്ട്, ഒരുപാട് കുസൃതി. പിന്നെ യൂക്കാലി എന്ന് പറഞ്ഞ മരം ഒരുപാട് നീളമാണ്. യൂക്കാലി കാട്ടി പോകുമ്പോ ആനെ കണ്ടിട്ടുണ്ട്. ആനെ കണ്ടിട്ട് കാട്ടാനല്ല കാട്ടാനെ ഉണ്ട് ഇഷ്ടം പോലെ. പക്ഷെ കാട്ടാന ഞങ്ങള് ഈറ്റിക്കാട്ടിനകത്ത് നിന്ന് കാട്ടാന ഈറ്റ കുടിക്കുന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. അവിടെ ഈറ്റ കുടിക്കാൻ ഈറ്റിനുള്ള എന്താ ആഹാരം. ഈറ്റയുടെ അലയും പഴുത്ത മാങ്ങയും. കാട്ടിലെ മാങ്ങയുണ്ട് മാമ്പഴം. കാട്ടിനനുസരിച്ച് കൊച്ചു മാങ്ങ കഴിക്കും. ആ മാങ്ങ ഭയങ്കര മണമാണ്. ആ മണം കേട്ട് ആന വരും. ഞങ്ങൾക്ക് പേടിയാണ്. പക്ഷെ ഞാൻ ആന കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ആറ്റിലേക്ക് വന്ന് വെള്ളം കുടിക്കുന്നു. മേടിച്ചു പോകുന്നു. മുന്നിപ്പം തന്നെ നാട്ടാനയാണ്. മരമൊക്കെ മുറിക്കുമ്പോൾ ഈ ഇവിടെ നിന്നൊക്കെ ആനേനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ചാലക്കുടിയിൽ ചേർത്തലെന്നൊക്കെയാണ് അവിടെ മുതലാളിമാർ അവിടെ നിന്ന് കൂപ്പെടുക്കുന്നത്. എന്നിട്ട് ഈ ആന പിന്നെ അങ്ങനെ കണ്ടിട്ട് പേടിച്ചു പോയിട്ടുണ്ട്. പിന്നെ നാട്ടാനെയാണെന്ന് പിന്നെ വിചാരിക്കുന്നത്. കാട്ടാന ഉപദ്രവിക്കുമേ. പിന്നെ ഞാൻ നമുക്കൊക്കെ അറിയാവോ ഒരു കാര്യമുണ്ട്, രക്ഷപ്പെടാൻ കാട്ടാന മരച്ചുറ്റി ഓടും. നമ്മൾ മരച്ചുറ്റി ഓടണം. കാട്ടാന നേരെ വരാൻ പറ്റുള്ളൂ. ഇതിന് മരച്ചുറ്റാൻ ബുദ്ധിമുട്ടല്ലേ. പിന്നെ അതുപോലെ ഏറ്റവും മോളിൽ നിന്ന് താഴോട്ടല്ലേ ഇറക്കാൻ മുട്ടുകുത്തും. മുട്ടുകുത്തി താഴോട്ട് നിരങ്ങുന്ന പറയുന്നത്.